പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഈ മൃതദേഹം പുറത്തേക്ക് എടുക്കുന്ന ദൃശ്യങ്ങളാണ്. വിജയകുമാർ നമുക്കൊപ്പം ചേരുന്നു. വിജയകുമാർ, എല്ലാവിധമായ ഒരുക്കങ്ങളും അവിടെ റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ VS-ൻ്റെ മൃതദേഹം പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. ആ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരുപാട് കാലം അദ്ദേഹം ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ വീടിൽ നിന്ന് അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ്, ഒരുപക്ഷെ അവസാന യാത്ര. ഇനി VS ഈ വീട്ടിലേക്ക് മടങ്ങി വരില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയുന്നു. മകൻ്റെ സവിധത്തിൽ അദ്ദേഹം താമസം തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി. വിജയകുമാർ കൂടി ചേരുകയാണ്. വിജയകുമാർ, ഒരുപക്ഷെ ഈ യാത്ര ദർബാർ ഹാളിലേക്കാണ്. ജനാരവം അടങ്ങുന്നില്ല. ഈ അദ്ദേഹം തിരയടങ്ങി ശാന്തനായി കിടക്കുന്ന ചേതനയേറ്റ VS അച്യുതാനന്ദനെ നോക്കി മുഷ്ടി ചുരുട്ടി ആളുകൾ ഇല്ല ഇല്ല VS മരിക്കുന്നില്ല എന്ന് ആർത്തലച്ച് പറയുന്നത് നമ്മൾ കേൾക്കുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇതാ ആംബുലൻസിലേക്ക് കൊണ്ടുപോവുകയാണ്, ആംബുലൻസിലേക്ക് മാറ്റുകയാണ്. വിലാപയാത്ര ഇവിടെ നിന്ന് ദർബാർ ഹാളിലേക്ക് ഇപ്പോൾ അല്പസമയത്തിനകം പുറപ്പെടും. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കണ്ണേ കരളെ VS-എ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന മുദ്രാവാക്യമാണ് ഇവിടെയും കേൾക്കുന്നത്. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഈ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായി രാവിലെയും വൈകിട്ടും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം എമ്പാടും ആ മുദ്രാവാക്യമാണ് അലയടിക്കുന്നത്. കേവലം ഒരു മുദ്രാവാക്യമല്ല SKN, അതിനപ്പുറത്തേക്ക് അതൊരു വികാരമാണ്. ആ വികാരമാണ് പ്രകടിപ്പിക്കുന്നത്. ഇതാ എനിക്ക് ചുറ്റും അത് ആ മുദ്രാവാക്യമാണ് ഞാൻ കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ആംബുലൻസ് ഇപ്പോൾ യാത്ര പുറപ്പെടുകയാണ്. ദർബാർ കടലിരമ്പം പോലെ ജനങ്ങളുടെ മുദ്രാവാക്യം കേൾക്കുകയാണ്. ഇല്ല, VS-ന് മരണമില്ല എന്ന് വിളിച്ചു പറയുന്ന ജനക്കൂട്ടമാണ് ഇപ്പോൾ ബാട്ടണിലെ മുന്നിലുള്ളത്. ബാട്ടണിലെ നിന്ന് ആംബുലൻസിലേക്ക് കയറ്റിക്കഴിഞ്ഞ മൃതദേഹം, ജനങ്ങളുടെ ശബ്ദം അവിടെ അലയടിക്കുകയാണ്. എല്ലാത്തിനും മാറ്റമുണ്ടോ? ജനങ്ങളുടെ ആവേശമായിരുന്നു എന്നും VS-ന്റെ ഊർജം. താൻ സഞ്ചരിച്ച വഴികളിലൊക്കെ തന്നെ കാത്തുനിന്ന ആയിരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പടവെട്ടി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം തുറന്നടിച്ചു. എതിരെ നിൽക്കുന്ന ആളിന് ഇഷ്ടപ്പെടുമോ എന്നുള്ളതൊന്നും അദ്ദേഹത്തിൻ്റെ പ്രശ്നമായിരുന്നില്ല. VS അച്യുതാനന്ദൻ എന്ന മനുഷ്യൻ ഒരുപക്ഷെ ഇതിഹാസമായി രാഷ്ട്രീയ ജീവിതത്തിൽ മാറിയതിൻ്റെ പിന്നിലും ഈ ജനസഞ്ചയമാണ് എന്ന കാര്യം അറിയുന്നത്. ഇപ്പോൾ ബാട്ടണിൽ നിന്ന് മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് ദർബാർ ഹാളിലേക്ക് ഇപ്പോൾ താൻ ജീവിച്ച ബാട്ടണിലെ വസതിയിൽ നിന്ന് എന്നേക്കുമായി VS അച്യുതാനന്ദൻ്റെ മൃതദേഹവുമായി വാഹനം പുറപ്പെട്ടു കഴിഞ്ഞു. ആഷ്മി താജ് ഇബ്രാഹിം കൂടി ദർബാർ ഹാളിൽ നിന്ന് ചേരുകയാണ്. ഈ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസിൻ്റെ യാത്രയുടെ ആകാശ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരത്തെ രാജവീതിയിലൂടെ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്താനുള്ള ഒരു ഇതിഹാസ താരമായി VS അച്യുതാനന്ദൻ നടന്നു കയറിയ വഴികളിലൂടെ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പോവുകയാണ്. ദർബാർ ഹാളിലേക്കാണ് ഇനി പൊതുദർശനം. ദർബാർ ഹാളിലേക്കുള്ള ഈ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം ആംബുലൻസിൽ കിടക്കുമ്പോഴും തിരയടങ്ങിയ മനസ്സുമായി VS അച്യുതാനന്ദനുള്ളിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിന് അകമ്പടി സേവിക്കാൻ 10,000ങ്ങളുടെ ശബ്ദം ഊർജ്ജമാകുന്നു. ഈ ആയിരങ്ങളുടെ ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ ഏറ്റവും വലിയ ഊർജ്ജമായി മാറിയതും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിതമായപ്പോഴൊക്കെ തന്നെ ജനാരവത്തിൽ സ്വയം ഉൾക്കൊണ്ട് അതിൽ അലിഞ്ഞില്ലാതായ ഒരു രാഷ്ട്രീയ ചരിത്രമാണ് VS അച്യുതാനന്ദൻ്റേത്. വിരുദ്ധ ശക്തികൾ തമ്മിലുള്ള പോരാട്ടങ്ങൾക്കിടയിൽ വൈരുദ്ധ്യാധിഷ്ഠ ഭൗതികവാദത്തിൻ്റെ ഫിലോസഫിക്കും അപ്പുറം VS അച്യുതാനന്ദൻ ജനനായകനായതിൻ്റെ ചരിത്രവും മറ്റൊന്നല്ല. ഒരുപക്ഷെ തിരുവനന്തപുരം നഗരം കണ്ട ഏറ്റവും വലിയ വിലാപയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. EK നായനാർക്ക് ശേഷം ഒരുപക്ഷെ ജനങ്ങൾ ഇത്രയധികം ഒരു കടലിരമ്പം പോലെ ജനങ്ങളുടെ മുദ്രാവാക്യം ഉയർന്നു കേട്ട മറ്റൊരു യാത്രയുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയുന്ന പോലെ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ EK നായനാരുമൊക്കെ ജനങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങുന്ന സമയത്തുണ്ടായിരുന്ന അതേ നാളുകൾ നമ്മുടെ ഓർമ്മ പുസ്തകത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന കാഴ്ചയാണ്. ഇപ്പോൾ VS അച്യുതാനന്ദനെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ദർബാർ ഹാളിലേക്ക് നീങ്ങുകയാണ്.